എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മകീര നക്ഷത്രം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. അതിൽ മകീര നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ നക്ഷത്രം 2 രാശികളിൽ വരുന്നതിനാൽ ഗ്രഹങ്ങളുടെ രാശിസ്ഥാനവും മാറി മാറി വരാൻ സാധ്യതയുണ്ട്. ഈ 2 നക്ഷത്രങ്ങൾ ഈ മകീര നക്ഷത്രങ്ങൾ 2 കൂറിലാണ് വരുന്നത്. ഒന്ന് എടവക്കൂറിലും പകുതി മിഥുനക്കൂറിലാണ് വരുന്നത്. അപ്പൊ 2 എടവക്കൂറിലും മിഥുനക്കൂറിലും നിൽക്കുന്ന നക്ഷത്രമാണ് ഈ മകീര നക്ഷത്രം. എന്നാൽ സാമാന്യമായി 2 കൂറിലും വരുന്ന ഇവരുടെ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം. വർഷാദ്യം ചില തടസ്സങ്ങളും വർഷം പകുതിയാവുമ്പോൾ കാര്യമായ നേട്ടങ്ങളിലേക്കും ഈ നക്ഷത്രക്കാർ വരുന്ന സമയമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് വർഷാദ്യം അത്ര നല്ല ഒരു സമയമല്ല, ഇല്ലേ? വർഷാദ്യം ചില തടസ്സങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ വിജയമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് വരും വർഷാദ്യം. എന്നാൽ വർഷം പകുതിയാവുമ്പോൾ അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ് ഈ വർഷം. അനാവശ്യമായ യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവര് ആവശ്യമില്ലാത്ത യാത്രകൾ ഇവർക്ക് പോകേണ്ടതായിട്ട് വരാം. അതുമായി ചില അലച്ചിലുകളും പ്രയാസങ്ങളും ഇവരെ സംബന്ധിച്ച്, ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിൽ ഉണ്ടാവുന്നതാണ്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവർ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതായത് പല കാര്യങ്ങളിലും ഇവർക്ക് ഈ വർഷം തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് ഒരു 2 വട്ടം ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ. കഴിയുന്നതും ഒക്ടോബറിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. അതായത് ഈ വർഷം ഒക്ടോബറിന് ശേഷം ആണ് തീരുമാനങ്ങൾക്ക് നല്ല സമയം എന്ന് പറയാം. പുരപണി നടത്താൻ ശ്രമിക്കും ഇവരെ സംബന്ധിച്ച്. അതിനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. പുരപണി ചെയ്യാൻ സാധിക്കും. വാഹനങ്ങളിൽ നിന്ന് ലാഭം കിട്ടാൻ ഇടവരും. വാഹനം സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ ഈ മകീര നക്ഷത്രക്കാര് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ലാഭം കിട്ടാനായിട്ട് ഇടവരുന്ന ഒരു വർഷമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഇവർ ശ്രമിക്കും ഈ വർഷം. പഴയ വാഹനം കൊടുത്തിട്ട് പുതിയത് വാങ്ങാനോ, ഇനി അതല്ലെങ്കിൽ വേറെ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ അവസരങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ്. കൃഷി കാര്യങ്ങളിൽ ചിലപ്പോൾ ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന അവസരങ്ങൾ വരികയും ചെയ്യും. കൃഷി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് കൃഷിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ സഹായത്തിനെത്തുന്ന ഒരു വർഷവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. സുഹൃത്തുക്കൾ ഇവരെ കൈവിടില്ല. അവരുടെ സഹായം ഇവർക്ക് കിട്ടുകയും ചെയ്യും. സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള മന്ദത മാറിക്കിട്ടുന്ന ഒരു വർഷം കൂടിയാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവത്തിലുള്ള ഒരു മന്ദത ഈ വർഷം മാറിക്കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാവും. പുണ്യസ്ഥല ദർശനത്തിന് പോകാൻ ഇടവരും. പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനും അതേപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിൽ പോയി താമസിക്കാനും ക്ഷേത്ര ദർശനത്തിനും അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ദൈവാനുകൂല്യം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ഒന്നിച്ച് യാത്ര പോകാനൊക്കെയുള്ള അവസരങ്ങളും ഈ വർഷം ഇവരെ സംബന്ധിച്ചുണ്ടാവും. കുടുംബാംഗങ്ങളുമായൊക്കെ നല്ല വിധത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനും അവരോടൊപ്പം തന്നെ യാത്ര പോകാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. മംഗളപരമായ മംഗളകാര്യങ്ങളിൽ സംബന്ധിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതിന് ഭാഗവാക്കാകാനും ഒക്കെ അവസരങ്ങൾ
ഈ വർഷം ഇവരെ സംബന്ധിച്ച്, മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ചില മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും നല്ല കാര്യങ്ങൾ പലതും നേടാനും അതേപോലെ തന്നെ അനുഭവത്തിൽ വരാനും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് ഈ പുതുവർഷം മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.